എനിക്ക് നേരെ വരുന്ന പല ബുദ്ധിമുട്ടുകളും ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്ന് പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് കമൻറ്റുകൾ ഞാൻ കാണാറുണ്ട് കേട്ടോ. ഇതൊക്കെ കൊണ്ടുവച്ച് സോഷ്യൽ മീഡിയയിൽ എന്തിനാണ് പോസ്റ്റ് ചെയ്യുന്നത്? ഇതൊക്കെ ഞങ്ങളോട് എന്തിനു പറയാണ്? ഇതൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ട് എന്ത് കാര്യം? നിങ്ങൾക്ക് നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോയിക്കൂടെ? എന്നുള്ള ഒരുപാട് കമൻറ്റുകൾ ഞാൻ കാണാറുണ്ട്. ഈ കഥയെ അറിയാതെ ആട്ടം കാണുന്ന ആൾക്കാരാണ് ഈ കമൻറ്റുകൾ ഇടാൻ വരാറ്. ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ നിയമ നടപടി സ്വീകരിക്കല്ലേ വേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട്. ശരിയാണ്, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ നിയമ നടപടികൾ സ്വീകരിക്കാൻ തന്നെയാണ് ഏറ്റവും ബെറ്റർ. പക്ഷേ ഈ എന്താ പറയുക, നമ്മൾ കാണുന്നതൊന്നും റിയാലിറ്റി ഒന്നും റിയലും രണ്ടും രണ്ടാണെന്ന് കേട്ടിട്ടുണ്ടോ? അതേപോലെ തന്നെ നമ്മൾ ഈ സൈബർ കേസുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ അവർ പറയും അവർക്ക് കേസെടുക്കാനുള്ള വകുപ്പില്ല, നിങ്ങൾ കോടതിയിൽ പോവും, മാനനഷ്ടത്തിന് കേസ് കൊടുക്കൂ, ഒരു അഡ്വക്കേറ്റിനെ കാണൂ, അങ്ങനെയാക്കൂ ഇങ്ങനെയാക്കൂ എന്ന് പറഞ്ഞു നമ്മളൊരു 100 നടത്തെങ്കിലും അവർ നടത്തിക്കും. ഒരു കാര്യത്തിൽ പരാതിയിൽ ആ കേസ് എടുക്കണമെന്നുണ്ട് എന്ന് വെച്ചാൽ സൈബർ കേസ് കേട്ടോ, വേറെന്തും അവർ വേഗം എടുക്കും കേട്ടോ. സൈബർ കേസ് നേരിട്ടങ്ങനെ എല്ലാവരും എടുക്കാറില്ല കേട്ടോ. പക്ഷേ എടുക്കുകയില്ല കേട്ടോ. അതിൻ്റെ നമുക്ക് വന്ന ബുദ്ധിമുട്ടിൻ്റെ ആഴം എത്രയാണോ അതിനനുസരിച്ചൊക്കെയാണ് ഇവർ കേസെടുക്കുക. അപ്പോൾ എനിക്കൊക്കെ എന്ന് വെച്ചാൽ ദിവസം ഒരു 10 കോൾ വരുന്നതിൽ ഒരു 6 എണ്ണവും മോശമായിട്ട് സംസാരിക്കുന്നുണ്ടായിരിക്കും. ദിവസം ഒരു 6 കേസ് വെച്ചിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയാൽ എങ്ങനെയുണ്ടാവും? നിങ്ങൾ തന്നെ ഒന്ന് പറ. അപ്പം ചിലതിനെയൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുക ഞാൻ ചെയ്യാറ്. ആദ്യം ഒക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിച്ച് ചിലതൊക്കെ നമുക്ക് അത്രമേൽ ബുദ്ധിമുട്ടാക്കുന്നതൊക്കെ നമ്മൾ പോയി പരാതിപ്പെട്ട് നമ്മൾ തെളിവ് സഹിതം കൊടുത്താലും എത്ര തെളിവ് കൊടുത്താലും ഇവർക്ക് പോരാ എന്നുള്ളൊരൊറ്റ സംസാരം കേട്ടോ പോലീസുകാരുടെ ഭാഗത്ത് ഉണ്ടാവുക. കേസും നമ്മൾ കൊടുക്കണം, തെളിവും നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം, ഒക്കെ നമ്മൾ തന്നെ. അവർക്കത് ജസ്റ്റ് ഒന്ന് പകർത്തി എഴുതിയാൽ മതി, അതോടുകൂടെ അവരുടെ പരിപാടി കഴിയും. നമ്മളിങ്ങനെ നമുക്ക് വന്ന റെക്കോർഡ് അത് പെൻ ഡ്രൈവിലാക്കി കൊടുത്ത് ആ പെൻ ഡ്രൈവിലാക്കിയത് അവർ കേൾക്കൂല, അവർക്ക് കേൾക്കാനായിട്ട് വേറെ ഒന്നിലാക്കി കൊടുക്കുക. കാരണം പെൻ ഡ്രൈവിലാക്കി കൊടുത്താൽ അതിൻ്റെ ക്വാളിറ്റി കുറയും. പിന്നെ കോടതിയിലേക്ക് അതിൻ്റെ വാല്യൂ കുറയും എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നെങ്കിൽ അവരുടെ വാട്സപ്പിലേക്കോ അല്ലെങ്കിൽ നമ്മൾ വേറെ അവർക്ക് കേൾക്കാൻ തക്കത്ത രീതിയിലൊക്കെ ആക്കിയിട്ടൊക്കെ കൊടുക്കണം. അതാണ് ഇതിൻ്റെ ഫോർമാലിറ്റി. ഇപ്പം ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ എനിക്ക് നേരെ വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ എന്താക്കും, റെക്കോർഡ് ചെയ്തിട്ട് അത് പോസ്റ്റ് ചെയ്യും. അപ്പോൾ പലരും എന്നോട് ചോദിക്കലുണ്ട്, ഇതൊക്കെ ഞങ്ങളോട് എന്തിനു പറയുക, ഇതൊക്കെ എന്തിനാണ് സോഷ്യൽ മീഡിയ കൊണ്ടുവച്ച് പോസ്റ്റ് ചെയ്യുന്നതെന്ന്. അവർക്കുള്ള മറുപടിയാണ്, ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്ന 99.9% ആൾക്കാരും ഉണ്ടല്ലോ പകൽ മാന്യന്മാരാണ്. അവർക്ക് ഭാര്യ ഉണ്ടാവും, കുട്ടികളുണ്ടാവും. അവരുടെയൊക്കെ മുമ്പിൽ ഭയങ്കര എന്താ പറയുക, പെർഫെക്റ്റ് മാൻ ചമഞ്ഞിട്ട് ഇപ്പുറത്തെ ഒരാളുടെ നമ്പർ കാണുമ്പോൾ അതിലേക്ക് വിളിച്ച് സൊള്ളുന്ന കുറച്ച് ആൾക്കാർ. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു റെക്കോർഡും കൂടി വെക്കാം കേട്ടോ. അതിനാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. പിന്നെ കുറച്ച് ആൾക്കാർ ചോദിക്കും, എന്തിനാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നമ്പർ കൊടുക്കുന്നത്? ഞാൻ എന്തിനാണ് നമ്പർ കൊടുത്തതെന്ന് വെച്ചാൽ ഞാനൊരു ജോലി ചെയ്യുന്നുണ്ട്. അപ്പം ചിത്രവര എന്നുള്ളതാണ് എൻ്റെ ഒരു ജോലി. അപ്പോൾ ചിത്രത്തിന് ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്തോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ എൻ്റെ നമ്പർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ചിലർ ചോദിക്കുന്നുണ്ട്, ഫോൺ എടുക്കാതിരുന്നൂടെ? ഫോൺ എടുക്കാതിരുന്നാൽ എങ്ങനെ ഞാൻ ചെയ്യുന്നൊരു തൊഴിലിനെ എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും? പിന്നെ ചിലർ ചോദിക്കുന്നുണ്ട്, അതങ്ങ് കട്ട് ചെയ്താൽ ഞാൻ പോരേന്ന്. നമ്മുടെ തന്തകും തള്ളകൊക്കെ വിളിച്ചിട്ട് അവർ മാന്യതയുടെ മുഖം ചമഞ്ഞിട്ട് പിന്നെയും നാട്ടിൽ അവരെ മാന്യമായിട്ട് നടക്കാൻ നമ്മൾ അനുവദിക്കണോ? ഒരിക്കലും വേണ്ട. അപ്പം ഇന്ന് എനിക്ക് വന്നൊരു കോളും കൂടിയും ഞാൻ ഇതിൻ്റെ കൂടെ വെക്കാം. ആദ്യം ഞാൻ കോള് മാത്രം
പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരുന്നതുകൊണ്ട് അതിനൊരു ക്ലാരിഫിക്കേഷനും കൂടി തരാമെന്നും കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇയാൾ ആദ്യം എന്നോട് ചോദിച്ചത് ഫസ്റ്റിലേ ഞാൻ റെക്കോർഡ് ചെയ്തില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫസ്റ്റിൽ നല്ല മാന്യമായിട്ടുള്ള സംസാരമായിരുന്നു എൻ്റെ അടുത്ത് സംസാരിച്ചത്. ആദ്യം എന്നോട് ചോദിച്ചു ഈ ഫോട്ടോ സെയിലിനുള്ളത് തന്നെയാണോ എന്ന്. അപ്പം ഞാൻ തിരിച്ചു ചോദിച്ചു ഫോട്ടോ സെയിലിനല്ലാതെ റെൻറ്റിന് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഇയാളുടെ സംസാരം തുടങ്ങിയത്. ഒരു 59 സെക്കൻഡ് എങ്ങാണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഇയാൾ റോങ് ആയിട്ട് വരുന്നു എന്ന് കണ്ടപ്പോഴാണ് ഞാനിത് റെക്കോർഡ് ചെയ്തത്. അപ്പം അയാൾക്ക് ഭാര്യ ഇല്ലോലെ മക്കളില്ലോലെ, ഭാര്യയും മക്കളും ഇല്ലയെന്ന് വിചാരിച്ചിട്ട് അച്ഛനും അമ്മയും പെങ്ങളും ഇല്ലാതായി പോകില്ലല്ലോ. നാട്ടിലെ മാന്യതയുടെ മുഖം നാട്ടുകാരോട് ഒന്ന് അറിയണ്ടേ. അപ്പോൾ ഇയാളുടെ പേരൊന്നും എനിക്കറിയില്ല, നമ്പർ നോട്ട് ചെയ്തോളി. നിങ്ങളുടെ നാട്ടുകാരനാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളി, അത് നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഉപകാരപ്രദമാവും. ഏതായാലും ആ മൊണ്ണയുടെ റെക്കോർഡും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ വെക്കാം കേട്ടോ. ഓക്കെ, എന്തിനാ ചേട്ടാ കാണുന്നത്? അല്ല, ജസ്റ്റിനെ ഇതിനകത്ത് ഫേസ്ബുക്കിനകത്ത് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ടല്ലോ, നേരിട്ടത് കാണാൻ വേണ്ടിയാ. ഞാൻ മാത്രമല്ലല്ലോ, ഫേസ്ബുക്കിൻ്റെ അകത്തൊക്കെ ഒരുപാട് ആൾക്കാർ വീഡിയോ ഇടുന്നുണ്ടല്ലോ. ഇവരെയൊക്കെ പോയിട്ട് നിങ്ങൾ കാണാറുണ്ടോ? അതല്ല ഞാൻ പറഞ്ഞ പറ്റുന്നതല്ല, ജസ്റ്റിനെ അങ്ങനെ വിചാരിക്കരുത്. ഞാൻ ജസ്റ്റിനെ ഒന്ന് കാണാൻ ഒരു താല്പര്യം ഉള്ളതുകൊണ്ടല്ലേ പറഞ്ഞു. അതാ ഞാൻ ചോദിച്ചത്. വന്നു കഴിഞ്ഞാൽ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? അതാ ചോദിച്ചത്. ഫേസ്ബുക്കിൻ്റെ അകത്തും യൂട്യൂബിൻ്റെ അകത്തും ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തൊക്കെ ഒരുപാട് ആൾക്കാർ വീഡിയോ ഇടുന്നുണ്ട്. അവരെയൊക്കെ ചേട്ടൻ വീട്ടിൽ പോയിട്ട് കാണാറുണ്ടോ എന്ന് ചോദിച്ചതാണ്. ഞാൻ അവർക്ക് മെസ്സേജ് അയക്കും, അവർ തിരിച്ച് റീപ്ലൈ തരുന്നവരാണെങ്കിൽ മെസ്സേജ് അയക്കും. എന്നാലേ ഞാൻ അങ്ങനത്തെ സൈസ് അല്ല ചേട്ടാ. ഞാൻ അങ്ങനത്തെ സൈസ് അല്ല ചേട്ടാ. ചേട്ടന് വീട്ടില് ഭാര്യയും മക്കളൊക്കെ ഉണ്ടോ? എനിക്ക് ഭാര്യയില്ല. മക്കളുണ്ടോ? മക്കളും ഇല്ല. അതിൻ്റെ കുഴപ്പാ. ഏതായാലും ഞാനിത് റെക്കോർഡ് ചെയ്തേക്ക് ഞാൻ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തോളാം കേട്ടോ. എന്തേലും ചെയ്യും, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു പുള്ളിയുടെ വീഡിയോ ഞാൻ കണ്ടിട്ടാണ് അങ്ങോട്ട് വിളിച്ചത്. ഇപ്പൊ ഒരു പുള്ളിയുടെ വീഡിയോ കണ്ടില്ലേ, മുത്തപ്പന്റെ തൂങ്ങണ്ടാന്ന്, അത് കണ്ടിട്ടാണ് അങ്ങോട്ട് വിളിച്ചത്. നിങ്ങളൊക്കെ രീതി ഇതായിട്ടല്ലേ ഓരോരുത്തർ നിങ്ങളോട് അങ്ങനെ പറയുന്നത്. ഓ ആയിക്കോട്ടെ, പറഞ്ഞിട്ടുണ്ട്. അതിന് മറുപടിയും ഞാൻ കൊടുത്തിട്ടുണ്ട്. നീ നോക്കണ്ട ആവശ്യമില്ല. നീ നിന്റെ പണി എടുത്താ മതി. ഞാൻ എന്റെ പണിയാ, നിന്റെ പണി എടുക്കാൻ വന്നിട്ടില്ല. നിന്റെ പണി എന്നെ വിളിച്ചിട്ട് എന്നെ വീട്ടിൽ വന്ന് കാണണം എന്ന് പറയുന്നതാണോ? നിന്റെ പണി എടുക്കാൻ ഞാൻ വന്നില്ലല്ലോ. നിന്റെ പണി എന്ന് പറയുന്നത് എന്റെ നമ്പറിലോട്ട് വിളിച്ചിട്ട് എന്റെ വീട്ടുകാരോട് സംസാരിക്കുന്നവർ എന്നോട് സംസാരിക്കാൻ പറഞ്ഞേ. നിന്റെ വീട്ടുകാരോട് സംസാരിക്കും പോലെ നീ എന്നോടും സംസാരിക്കാൻ വരണ്ട. നിനക്ക് എന്നെ വീട്ടിൽ കയറി നീ എന്നോട് സംസാരിക്കാൻ വരണ്ട കേട്ടോ. നീ വലിയ ഭൂലോകം ഇതാണെങ്കിൽ നിന്റെ ഇരുന്നാ മതി, എന്റെ കണ്ടക്കോട്ട് കയറണ്ട കേട്ടോ. തന്നെ എന്നെ പേടിപ്പിക്കാൻ വരണ്ട കേട്ടോ. ഞാൻ നിന്നെയും പേടിപ്പിക്കും, നിന്റെ തന്തേനെയും പേടിപ്പിക്കും. നീ എന്താക്കൂടാ? നിന്റെ തന്തയെ പേടിപ്പിക്കടി, നിന്റെ തന്തയെ പേടിപ്പിക്ക. നീ അങ്ങനെ നടക്കുന്നവളല്ലയോ നീ. നിനക്ക് പിന്നെ ആരെയാ പേടിയുള്ളത്? ഞാൻ നടക്കുന്നതാണോ അല്ലെ മോന് കേറി ഇറങ്ങാറുള്ളതാണോ? മോൻ എന്താ പറഞ്ഞ? സോഷ്യൽ മീഡിയ കാണുന്ന ആൾക്കാരെയൊക്കെ ഞാൻ വിളിച്ച് അവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ആദ്യം നീ നിന്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് കയ്പ് തീർക്കടാ. എടാ, നീ ആദ്യം നിന്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് നിന്റെ കയ്പ് തീർക്ക്. നിന്റെ അമ്മേനെ വിളിച്ചിട്ട് നിന്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് അമ്മന്റെ അടുത്ത് നിന്ന് കയ്പ് തീർക്കടാ. ആയിക്കോട്ടെ, എന്നിട്ട് നീ വിളിച്ചത് എന്തിനാണ്? എടാ, നീ ആദ്യം നിന്റെ തള്ളേനെ പോയിട്ട് അതിന്റെ പേരിൽ തീർക്ക്. നീ ആരടാ? എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് എന്നോട് വെച്ചിട്ട് പോകാൻ പറയാ. നീ ആരടാ? നീ ആരടാ? എന്റെ തന്ത അല്ലല്ലോ. നിന്റെ തന്ത നീ അല്ലല്ലോ മോനെ.